ഹലോ, ഇന്ന് രാവിലെ തന്നെ കുറച്ച് ചീര പറിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറേ നാളായിട്ട് ഹൈദരാബാദിലൊക്കെ പോയി നിന്നിട്ട് തിരിച്ച് വന്നപ്പോഴെന്നല്ല, അതിന് മുന്നേ തന്നെ അവിടുന്നേ എനിക്കുള്ള ആഗ്രഹമായിരുന്നു ചീരത്തോരനൊക്കെ കൂട്ടി ചോറുണ്ണണം എന്നൊക്കെയുള്ളത്. അതുകൊണ്ട് വന്ന പാടെ ഞാൻ അങ്ങ് മുറ്റത്തേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ നമ്മുടെ മുറ്റത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാടും ചപ്പിൻ്റെ ഒക്കെ ഇടയ്ക്കായിട്ട് ഈ ഒരു ചീരയുണ്ട്. അപ്പോൾ ഇതിന് ഞങ്ങൾ പറയുന്നത് കരിയാപ്പല ചീര എന്നാണ്. അപ്പോൾ നിങ്ങളെന്താ പറയുന്നത്, നിങ്ങളുടെ അടുത്തൊക്കെ എന്താ പറയുന്നതെന്ന് എന്താണെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ചീരത്തോരൻ കൂട്ടി ചോറുണ്ണുന്നത് ഹൈദരാബാദ് ഉള്ളപ്പോൾ തൊട്ടുള്ള എൻ്റെ ആഗ്രഹങ്ങളിലൊന്നായിരുന്നു കരിയാപ്പല ചീര. അത് എല്ലാവർക്കും എന്താ പറയുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. ഇവിടെ ഞങ്ങൾ കരിയാപ്പല ചീര എന്ന് പറയും. അപ്പോൾ കരിയാപ്പല ചീര ഒക്കെ കൂട്ടി ചോറുണ്ണണം എന്നൊക്കെ, ചമ്മന്തിയൊക്കെ അരച്ച് ചോറുണ്ണണം എന്നൊക്കെ, അങ്ങനെയുള്ള പല ആഗ്രഹങ്ങളും അവിടെ നിൽക്കും. നമ്മുടെ ചോറൊന്നും കിട്ടത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കരിയാപ്പല ചീര വെച്ച് തോരൻ വെക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ചീര വയ്ക്കാം. ഇതാണ് കരിയാപ്പല ചീര. അപ്പം എല്ലാവർക്കും ഇതിന് എന്നാ പറയുന്നത് എനിക്കറിയില്ല. ഇങ്ങനെയല്ല കണ്ടിട്ടാണ് ഇതാണ് സാധനം. അപ്പം ഇതിന്റെ ബാക്കിൽ കുറച്ചുണ്ട്, അതുകൂടെ എടുക്കാൻ പറ്റും. ഇതൊക്കെ തന്നെയല്ലേ പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അമ്മ എപ്പോഴും ഈ തോരൻ വെച്ച് തന്നു വിടുമായിരുന്നു. ഇപ്പൊ ആയപ്പോ കുറേ നാളായി കഴിച്ചിട്ട്, അതുകൊണ്ട് ഒരാഗ്രഹം. ഹൈദരാബാദ് ഈ പറയുന്ന പോലെ അവർ പല ഇലകളും കറിയിൽ ഇടുമെങ്കിലും തോരനായിട്ടൊന്നും വെക്കത്തില്ല. അവരെല്ലാ കറിയിലും എന്തൊക്കെയോ ഇലകൾ ഇടാറുണ്ട്. അത് എന്ത് ഇലയാണെന്നും അറിയത്തില്ല. അത് ഇളകി വരുന്നില്ല. ഒരു ചീര വെട്ടാൻ പോയി നിൽക്കുന്നത്, മറ്റേ കത്തിക്ക് മൂർച്ചയില്ല. അതിനാ നല്ല മൂർച്ചയുള്ള. ഇത്രയും കരിയാപ്പല ചീര നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമുക്ക് വൃത്തിയാക്കി എടുക്കണം, എന്നിട്ട് ചീരത്തോരൻ വെക്കണം.